ആഫ്രിക്കൻ മുഷി, അതായത് നമ്മൾ പറയുന്നത് മൊയ് മീൻ എന്ന് പറയും. അനീഷേ, കട്ട് ചെയ്തിട്ടേ തോലുരിച്ചിട്ട് കറി വയ്ക്കല്ലേ? പിന്നെ പിടിക്കാൻ കിട്ടില്ല, വഴുക്കി പോകും, ഒതുങ്ങാൻ പറ്റില്ല. പക്ഷെ പണ്ട് നമ്മുടെ ഇവിടെ തോടുകളിലൊക്കെ കിട്ടില്ലേ, അത് വേറെ മൊയ്യാണ് അല്ലേ? ഇത് ആഫ്രിക്കൻ മുഷി, കോഴിൻ്റെ വേസ്റ്റ് അങ്ങനെ ഇട്ട് വളർത്തിയതല്ല, നല്ല തോട്ടിൽ കിട്ടിയതാണ്. തോട്ടിൽ നിന്ന് തേകുമ്പോൾ കിട്ടിയതാണ്. ആ തേകിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്ത് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, തുടങ്ങല്ലേ? മൊയ് ഉരിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അനീഷേ, കട്ട് ചെയ്യും. ഒറ്റ വെട്ടം തട്ടോന്നറിയില്ല, അത്ര കനമുണ്ട്. അപ്പോൾ ഇതവിടെ ഒന്ന് വെട്ടി എടുത്തോ. അങ്ങനെ വെട്ടി തന്നാൽ മതി. കട്ട് ചെയ്ത് അനീഷേ, ഇത് കഴിയില്ലടാ. കുറച്ചുള്ളൂ വിചാരിച്ചല്ലേ? ഇത് 5-6 കിലോ ഉണ്ട്. ഇറച്ചിപ്പൂള് പോലെ ഇങ്ങനെ ഈ പൊക്കൊണ്ടേയിരിക്കണ്ട. 6 കിലോ ഉണ്ടോ? ഇല്ലടാ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും സിനിമ കണ്ടാ? ഏതാണ്? പ്രേമലു അല്ലേ? ഇപ്പം എന്താണെന്നറിയില്ല, എല്ലാ പടങ്ങളും സൂപ്പർ. ഏത് അടുത്താ? ഞാൻ വെട്ടാം. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ബ്രഹ്മയുഗം. എന്താ ബ്രഹ്മയുഗം? ഇപ്പൊ പുതിയ ആവേശം എല്ലാം ഹിറ്റായി. ഫോട്ടോഗ്രാഫർ ഇത് കഴിഞ്ഞ ഉടനെ പോകാൻ നിൽക്കുകയാണ് സിനിമയ്ക്കാ. ആവേശത്തിന്. അതൊരു ആവേശമാണ് കേട്ടോ. അനീഷേ, വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ കണ്ടിട്ടോ? ഇനി വർഷങ്ങൾ ഇരിക്കണ്ടേ? അങ്ങനെയല്ല, വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ പേരുള്ള ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്. ആരാ സംവിധായകൻ എന്നറിയോ? വിനീത് ശ്രീനിവാസൻ. അവന്റെ ഏട്ടൻ തന്നെ. കൊടുവായൂർ, പല്ലസേന, നമ്മുടെ പാലക്കാട്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പറഞ്ഞില്ലേ, നമ്മുടെ പാലക്കാട്. ഒരു ഹൃദയം അറിയാലോ? കണ്ടിട്ടില്ല. ഞമ്മ മുതൽ മടയിൽ പോയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ എടുക്കാൻ പറ്റിയില്ലല്ലോ. ഇനി ഒരിക്കൽ പോവാം. അതെ, ചുള്ളിയാർ ഡാമും എല്ലാം എടുക്കാൻ പറഞ്ഞു. പക്ഷെ അത് സമയം കിട്ടിയില്ലല്ലോ. അന്ന് എന്താ വെയില് അറിയാലോ? വെയില് 99 ഡിഗ്രി ചൂട്. 99? ഇതെന്ത്? അല്ല, തീന്റെ ചൂടും വെയിലിന്റെ ചൂടും ഒക്കെ കൂടി ആകുമ്പോ വരുന്നല്ലോ. നീ ഒരുപാട് തണ്ണണ്ട. 45 എത്തി. ഇനി അപ്പൊ വേണമെങ്കിൽ പാലക്കാട് എല്ലാവരും കറക്കും. കറുത്ത് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വേറെ കറുത്തില്ലല്ലോ അല്ലേ? മരുഭൂമിന്റെ ഇടക്ക് ഇത്ര വെയിലില്ലെന്നാ പറയുന്നത്. മരുഭൂമിന്റെ 56 പറയുന്ന പോലെ അതിന്റെ ഇടയിൽ ഒരു കാര്യം വിട്ടു. ആടുജീവിതം. പാലക്കാടൻ ചൂട് പറഞ്ഞാലും ഭയങ്കര ചൂടായില്ലേ, അതേപോലെ ചൂടില് അനുഭവിച്ച ഒരു കഥയാണ് നജീബിന്റെ ആടുജീവിതം. അത് നല്ലൊരു പടമാണ് കേട്ടോ. ബെന്യാമിന്റെ നോവൽ വായിച്ചിട്ടുണ്ട്, സിനിമ കണ്ടില്ല. അത് നല്ല സിനിമ, നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കേ ഇതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് കറി വയ്ക്കാം. നമ്മൾ ഇത് അരിയുമ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 4-5 പ്രാവശ്യം കഴുകണം കേട്ടോ. തലയൊക്കെ കണ്ട തല എത്ര എനിക്കാണ്. തീ കത്തിക്കാം. പാനം പട്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. മീൻ വെക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. വെന്തയം ഇടാം. കുറച്ച് കറിവേപ്പില. ഇപ്പോഴാണ് നന്നായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ്. കാശ്മീരി ചില്ലി ഒരു 3 ടേബിൾ സ്പൂൺ. മുളക് പൊടി
ഒരു 2 ടേബിൾ സ്പൂൺ. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി, ഉപ്പ് ആവശ്യത്തിന്, കുടംപുളി കുറേ നേരമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ്. ചെമ്മീനുണ്ടോ? ചെമ്മീനില്ല, അല്ല കുടംപുളി ഇട്ട് വെച്ച് പറഞ്ഞാൽ ചെമ്മീൻ കറി നന്നായിട്ടുണ്ടാവുക ഉണ്ടല്ലേ. കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറി ഉണ്ട്. എല്ലാം കൂടിയിട്ടുണ്ട്. നന്നായി തിളക്കട്ടെ. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഇരിക്കാം, മിണ്ടാതെ ഇരിക്കാം. നമ്മുടെ ആടാണ് ചെമ്പൻ, ബ്രൗണി, കിങ്ങിണി, വെള്ളച്ചി. ബാ ചെമ്പ, വാടാ ചെമ്പ. തിരിഞ്ഞു നോക്കണില്ല. കുറച്ച് നേരം മൂടി വെച്ചിട്ട് തുറന്ന് നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നല്ല തല തന്നെ ആദ്യം ഇരിക്കട്ടെ, കണ്ട. ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പീസ് പോയി. മീനിട്ട് കൊടുത്ത് മൂടി വെച്ചതാണ്. നല്ലപോലെ ഒരു 10 മിനിറ്റ് വേവട്ടെ. കുറച്ച് നേരം മൂടി വെച്ചിട്ട് തുറന്ന് നോക്കാം, വെന്താന്ന് നോക്കാം. അധികം ഇളക്കാൻ പാടില്ല, ഉടയും. മീൻ കറി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നമുക്ക് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് ഇറക്കി വെക്കാം. കറിവേപ്പിലാണ്. സെറ്റായി വെന്തിട്ടുണ്ട്. ചോറും കൂട്ടിയിട്ട് ഒരു പട പടയ്ക്കാണ്ട്. അപ്പം മീൻ കറി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇറക്കാൻ പോകണം. അനീഷേ, ആ തല ആദ്യം ഇട്. നിനക്കില്ലേ തല വേണം പറഞ്ഞത്? തലയിട്. പറഞ്ഞല്ലോ. മീനൊക്കെ പൂ പോലെ വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ഓഫ് എന്താണ് ആഫ്രിക്കൻ മുഷി, പാലക്കാട് മോയി, കുടംപുഴി. പുളിയെന്ന് പറയാൻ പറ്റില്ല, നാക്കിൽ ഇതായിട്ടേ. വെള്ളം വെച്ചുകൊണ്ടിരിക്കല്ലേ, അതിൻ്റെ ചൂട് ഇത്തിരി കൂടി ചൂട് ആറിയല്ല ഇങ്ങോട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അച്ഛൻ വന്നാൽ മിണ്ടാണ്ടിരിക്കണേ, സൊക്കനെ പഠിക്കാണ്. അടിപൊളിയുണ്ട്. കുടംപുളി ഇട്ട് വെച്ച മീൻ കറി വേറെ ലെവല് അല്ലേ. നമ്മളെപ്പോഴും ആഫ്രിക്കൻ മുഷീനെ നമ്മൾ വറുത്ത തന്നെയാണ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കുടംപുളി ഇട്ട് വെച്ചത്. നമ്മൾ എപ്പോഴും വാളംപുളിയാണ്. ഇതൊരു വേറെ ടേസ്റ്റ് ഇല്ല. നമ്മൾ ഉണ്ടാക്കണമൊക്കെ പൊതുവെ ഒരു വേറൊരു ടേസ്റ്റും വേറൊരു ലെവലിലാണ്. കഴിഞ്ഞതിൽ കണ്ടില്ല നമ്മൾ ബീഫ് കറി, സോയാബീൻ ആരും ഇതുവരെ വെച്ചിട്ടില്ല. ഞമ്മ വെച്ചു. അതാണ് അത് വേറെ ടേസ്റ്റായിരുന്നു. ചോറും ഇന്ന് വെച്ച മീൻ കറി പെടയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.